കോഴിക്കോട് വടകര വള്ളിയാടിൽ നിന്നും ഗൂഡല്ലൂർ ഭാഗത്തേക്ക് വിനോദയാത്ര പോയ സംഘത്തിന് നേരെ കടന്നലാക്രമണം ഉണ്ടായിരുന്നു. അതിൽ സാബിർ എന്നൊരാൾ മരിക്കുകയും ആസിഫ് കൂട്ടുകാരനായിട്ടുള്ള ആസിഫ് ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. ഇപ്പോൾ വള്ളിയാടിലെ വാർഡ് മെമ്പർ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു ശരിക്കും ഇന്നലെ അവിടെ സംഭവിച്ചത്? ഇവർ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. പെരുന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഒരു യാത്ര എന്ന രീതിയിൽ 3 പേരും നേരത്തെ സുഹൃത്തുക്കളായിരുന്നു. ഒരു വാഹനം എടുത്ത് പോയതാണ്. അവർ ഊട്ടിയിൽ പോയി തിരിച്ചു വരുന്ന ഇടയിലാണ് വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ ഈ ഗൂഡല്ലൂരിലെ സൂചിമലയിൽ മുകളിൽ കയറിയത്. അപ്പോൾ മുകളിൽ കയറി ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ സാബിർ താഴത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോഴത്തെ 2-3 ഈ മലയൻ തേനീച്ച എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് വന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പോൾ സാബിർ പെട്ടെന്ന് ഷർട്ട് ഊരി ഇങ്ങനെ അതിനെ പ്രതികരിച്ചു. അതാണ് പിന്നെ എത്രമാത്രം ഈ കൂടിനെ അല്ലെങ്കിൽ തേനീച്ചകൾ ഇങ്ങനെ വല്ലാതെ പ്രതികാരം ചെയ്ത് കാരണം എന്നാണ് പറയുന്നത്. ഇത് കണ്ടപ്പോൾ ആസിഫ് ഉടനെ ഓടി അടുത്തു. പക്ഷേ ആസിഫിനെ കുത്ത് ആസിഫ് തിരിച്ചു വന്നു. പിന്നെയും ആസിഫ് ഷർട്ട് ഒക്കെ ഊരി പിന്നെ തലയിൽ കെട്ടിപ്പോയി നോക്കി. പക്ഷേ ആസിഫിനെ വീണ്ടും കുത്തേറ്റപ്പോൾ ആസിഫ് തിരിച്ചു പോന്നു. പിന്നെ സിനാൻ കരയിലായതുകൊണ്ട് സിനാൻ കുത്തേറ്റിട്ടില്ല. പിന്നെ ആസിഫിനെ അടുത്തുള്ള ഒരു പിന്നെ പെട്ടെന്ന് ആംബുലൻസ് ഡ്രൈവർ ഏതാണ്ട് അടുത്താണ് ഗൂഡല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അവിടെയുള്ള ആംബുലൻസിൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു. അയാളാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ആസിഫിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴും ഈ സാബിറിനെ ഏതാണ്ട് 1-2 മണിക്കൂർ തേനീച്ചക്കൂട്ടം മലയൻ തേനീച്ച ഒന്നിച്ച് പൊതിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. ആസിഫിൻ്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ആസിഫിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇവിടെ പിന്നെ ICUവിലായിരുന്നു. ഏതാണ്ട് ഇപ്പോൾ റൂമിലേക്ക് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സൂചിമല കയറി യാത്ര മതിയാക്കി തിരിച്ചു പോരുമായിരുന്നു. സൂചിമല മുകൾ പരപ്പിൽ കഴിഞ്ഞ് അവിടുന്ന് അപ്പുറത്തേക്ക് അവിടെ അതിർത്തി ബോർഡുകളുണ്ട്. പിന്നെ അങ്ങോട്ട് പോകാൻ പാടില്ല എന്നുള്ള ആ ബോർഡ് ഇവർ ശ്രദ്ധിച്ചില്ല എന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് അപകടം ഉണ്ടായത്. എന്തായാലും വളരെ സങ്കടമുള്ള കാര്യമാണ്. ദാരുണമായ മരണമാണ്. ഈ കടന്നൽ വന്നപ്പോൾ ആ കടന്നലിനെ തുരത്താൻ വേണ്ടി സാബിർ ശ്രമിച്ചതാണ് ഷർട്ട് ഊരിക്കൊണ്ട്. പക്ഷേ അത് വലിയ വിപത്തായി മാറുകയായിരുന്നു. കടന്നൽ കൂട്ടം ഒന്നാകെ വന്ന് ആക്രമിച്ചു. അതിൽ സാബിർ മരണപ്പെടുകയും ചെയ്തു. ആസിഫ് ഇപ്പോൾ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. വ്യാസ് പി റാമിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.